Hello guys, welcome back to my channel. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no. Yes, അപ്പോൾ ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് guys. ട്രെയിൻ ഫിഷിംഗ് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഗൈസ്. നമുക്ക് അങ്ങനെ ആദ്യത്തെ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെയും കാറ്റ് സെയിം കാറ്റ് കിട്ടിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിൽ വിത്ത് ഡിക്കു. ഗൈസ്, മറ്റൊരു ദിവസം മറ്റൊരു വ്ളോഗ് മറ്റൊരു പുതിയ കണ്ടന്റുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണ്? യെസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. കാനഡയിലെ ഈ ഒരു വലിയ നല്ല മഴ, കാനഡയിലെ ഈ ഒരു വലിയ ആർട്ടിഫിഷ്യൽ കടലിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. അതിനുള്ള മഴയത്തുള്ള ഫിഷിംഗ്, അതാണ് മെയിൻ കണ്ടന്റ്. ട്രെയിൻ ഫിഷിംഗ് ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സെറിന്റെയിൽ ഫുൾ സാധനങ്ങൾ കിറ്റൊക്കെ ഉണ്ട്. മഴയത്ത് നിങ്ങൾ ചെയ്തത് കണ്ടാൽ അല്ല, മഴയത്ത് ഞങ്ങൾ ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫിഷിംഗ് തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. ചൂണ്ടയും സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സെറിനാണ് ഞങ്ങളുടെ ഗുരു. ഞങ്ങൾക്ക് സെറിൻ പഠിപ്പിച്ചു തരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും അമല ആൽബിനൊക്കെ ചെയ്യാൻ പോണത്. മീൻ കിട്ടിയില്ലെങ്കിൽ ഒന്നും പറയരുത് ഗൈസ്, മീൻ കിട്ടിയാലും ഒന്നും പറയരുത് ഗൈസ്. അപ്പോൾ ഫുൾ ഇനി കാറിനെടുത്ത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് പോയി ഫിഷിങ്ങിന്റെ കാര്യങ്ങളാണ് ഗൈസ്. അപ്പോൾ തുടങ്ങിയല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. സാറിന് നല്ല ഏരിയ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിത് ചാടി കടക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? കാനഡയിൽ അടുത്ത കാര്യം ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സിമ്പിളാണോ? ഒന്നര കാണിച്ചാൽ എങ്ങനെയാണ് തിരിച്ചു കാണിക്കും? ഗൈസ്, ഞങ്ങളിത് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് പോകാൻ പോകണം. ഇവിടെ ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പോയിക്കോളൂ. ഗൈസ്, ഞങ്ങൾ കാട്ടിൻ്റെ ഇടയിലൂടെ മീൻ പിടിക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ സാഹസികമായ യാത്രയാണ്. അഡ്വഞ്ചറസ് യാത്രയാണ് ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മൃദൂരമായ ഒരു ക്യാമ്പിംഗ് ട്രക്കിംഗ് സെഷനിലൂടെയാണ് ഗൈസ് ഞങ്ങൾ പോണത്. ഇനി നമുക്ക് കൊണ്ടുവന്ന ഫിഷിംഗ് റോഡൊക്കെ സെറ്റ് ചെയ്യുന്നതും പിന്നെ ബാക്കി ഫിഷിംഗ് കാര്യങ്ങളിലേക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ. ഞങ്ങളുടെ ഓട്ടോയിൽ നിന്ന് മാറി ഒരു 45 മിനിറ്റ്സ് കാറിൽ യാത്ര ചെയ്ത് കാസിൽമാനിലാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ച് ഞങ്ങളിത് ഈ കല്ലിൻ്റെ മേളിൽ, പാറയുടെ മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് മൊത്തം 3 ചൂണ്ട ഉണ്ട്. അപ്പോൾ 3 സ്ഥലത്തായിട്ട് മാറി മാറി ഇടാനാണ് ഗൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം, നമുക്കിവിടെ ഫിഷ് ചെയ്യണമെങ്കിൽ ഫിഷിംഗ് ലൈസൻസ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഒണ്ടാരിയോ ഫിഷിംഗ് ലൈസൻസിൽ കയറി ഫിഷിംഗ് ലൈസൻസും എടുത്തു, പിന്നെ ഔട്ട്ഡോർ ലൈസൻസും എടുത്തു. അപ്പോൾ ഇവിടെ ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ ലൈസൻസ് വേണം, പിന്നെ ഔട്ട്ഡോർ കാർഡ് വേണം. ഇത് രണ്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. പിന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന മീനെ പിടിക്കാവുള്ളൂ, ഇത്ര മീനെ പിടിക്കാവുള്ളൂ, ചുമ്മാ ഉള്ള മീനുകളൊന്നും പിടിക്കാൻ പാടില്ല. ചിലതിനേക്ക് അങ്ങനെ പിടിക്കാൻ നമ്മൾ തിരിച്ചു വിടണം. അതെല്ലാം എനിക്കറിയത്തില്ല, അവർക്കറിയാം ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. അപ്പോൾ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ചൂണ്ട സെറ്റ് ചെയ്യുന്നത് പഠിക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ റോഡ് സ്റ്റിക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മാസ്റ്റർ ഗുരുവായ സെറിൻ പറഞ്ഞുതരും ഗൈസ്. നമുക്കിനി അതിലേക്ക് പോകാം. സിമ്പിളാണ്, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ സാധനം അതിൽ കൂടെ കയറ്റണം ഗൈസ്. അപ്പോൾ ഇത്രയും വലിയ കമ്പാവും. വാവ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് സമയത്ത് വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ അത് സെറ്റായി. എന്നിട്ട് ഈ അറ്റത്ത് ഇതിപ്പോൾ സ്ട്രിങ് വെച്ചിട്ടുണ്ട്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിങ് ആണ് ഗൈസ്. പിന്നെ ഇത് വെയിറ്റ് ആണ്. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ ഹുക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു 8 mm ഒരു ഹുക്കാണ് ഇട്ടേക്കണേ. ഇതല്ല ഇവിടുത്തെ ഒരു ഐഡിയൽ ഫിഷിങ്. പക്ഷെ നമുക്ക് ഇന്ന് കടയെല്ലാം അടച്ചുകൊണ്ട് നമ്മൾ ഇതാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അത്യാവശ്യം വലിയ മീൻ അടിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. നേരത്തെ ഇവിടുന്ന് കാർപ്പും റോഹും ബാസും ക്യാറ്റ് ഫിഷൊക്കെ അടിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് സെറിൻ്റെ ടൂൾ കിറ്റ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഹൃദയം.
ഈ ഹൃദയത്തിലാണ് കണ്ട ടൂൾ കിറ്റിൻ്റെ അകത്ത് മൊത്തം സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ എന്താണ്, ഇതാണ് ഞങ്ങൾ ഹൃദയം വാങ്ങിയിരിക്കുന്നത് മീനിന് കൊടുക്കാനായിട്ട് കുരുങ്ങാൻ. പിന്നെ അല്ലാതെ ഇവിടെ എർത്ത് വോമും ഉണ്ട്. ഇതാണ്ടേ, ഇത് ലൈവാണ് ഗൈസ്, ജീവനുള്ള എർത്ത് വോം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞങ്ങളിത് ഇപ്പോൾ വാങ്ങിയിട്ട് വന്നേ ഉള്ളൂ. അതേ കണ്ട, ഇതിനെയാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ടേസ്റ്റി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിനി ഇടാൻ പോണത്. ഗൈസ് സെറിൻ്റെ അവിടെ മീനിന് കൊടുങ്ങാനുള്ള തീറ്റ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചങ്ക് പറിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ് മീന് കൊടുക്കാനായിട്ട്. ഇവിടെ ആൽബിൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അമല് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എടാ എങ്ങനെ നമ്മൾ മീനെ കൊണ്ടല്ലേ പോകുള്ളൂ ഇന്ന്? അപ്പോൾ ഗൈസ് അവർ റോഡൊക്കെ ഇട്ട് ഇനി വെയിറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കരളിടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നല്ല ഒഴുക്കുണ്ട്. ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോവാണ് ഗൈസ്. ഗൈസ് ചങ്കിലേക്ക് സൂചി കുത്തി തുളയ്ക്കുന്ന ആൽബിൻ. ഗൈസ് നമ്മളപ്പോൾ ഫസ്റ്റ് എറിയാൻ പോവുകയാണ്. ഇതാ എറിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഈ സാധനം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് റിലീസ് ചെയ്ത് എറിയുമ്പോഴത്തേക്ക് ഇത് എന്താണ് ത്രെഡ് മൊത്തം അങ്ങോട്ട് പോവും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പിടിക്കാൻ പോകണം. ഇപ്പോൾ ആദ്യം സെറിനാണ് അറിയാൻ പോകണം ഗൈസ്. എറിഞ്ഞോ? ഹൈ, ഇതേ എവിടെയോ പോയി വീണ്, എവിടെയാണെന്ന് കാണാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ റോഡിൽ നമ്മളിതാ ഹൃദയമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എറിയാൻ പോവാണ്. മീന് കിട്ടുമില്ല നോക്കാം. ഉടനെ ഒന്നും കിട്ടത്തില്ല, എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇനി വെള്ളത്തിലേക്ക് ഗൈസ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ചൂണ്ട ഇടാൻ പോവുകയാണ്. നേരെ അവിടെ എറിയാനാണ് ടാർഗറ്റ്. അപ്പോൾ ഗൈസ് ഗൈസ് 1 പഴച്ച 3 പക്ഷെ നമ്മൾ 2ാം പ്രാവശ്യം സെറ്റാക്കും. ആദ്യ പ്രാവശ്യം എറിഞ്ഞപ്പോൾ പോയില്ല, അടുത്ത പ്രാവശ്യം സെറ്റാക്കും. പോണില്ല ഗൈസ്. നമുക്ക് അങ്ങനെ ആദ്യത്തെ ഒരു വലിയ മീനെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുകയാണ്. സാറിനെ ആഞ്ഞു പിടിച്ചോ, ലൂസ് അടിക്കടാ. അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. അവിടെ നന്നായിട്ട് ചാടുന്നുണ്ടോ ഗൈസ്? കണ്ട അവിടെ നല്ലൊരു അടി കിടക്കുകയാണ് മീന് സാധനമായിട്ട്. ലൈവായിട്ട് വന്നോണ്ടിരിക്കുകയാണ് സീൻ. കുടുങ്ങി കുടുങ്ങി. കാറ്റ്ഫിഷ് ആണ് ഗൈസ്, കാറ്റ്ഫിഷ് ആണ്. കാറ്റ്ഫിഷ് ഇതേ പൊങ്ങി വരികയാണ് ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, ഫസ്റ്റ് മീൻ പോയി ഗൈസ്. എടാ എടാ പോയടാ ഗൈസ്. നിങ്ങളിപ്പോൾ മീനെ കണ്ടില്ലേ? ഇങ്ങനെയാണ് മീനെ പിടിച്ച് അകത്ത് കയറ്റേണ്ടത്. അത് ജസ്റ്റ് ട്രയൽ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഗൈസ് ഒരു വലിയ മീനെ കിട്ടിയായിരുന്നു, പക്ഷെ അത് അവസാനം എത്തിയപ്പോഴത്തേക്ക് ചിറകിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് വലിയ സാധനം കുഴപ്പമില്ല, നമുക്ക് അടുത്തേൽ കിട്ടുമല്ലേ? അടുത്തേൽ നമ്മൾ ഉറപ്പായിട്ടും കിട്ടും. എന്തു പറയുന്നു ഇപ്പൊ കണ്ടിട്ട് വിട്ടുകൊടുത്തതാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ സീസണൽ സാധനമാണ്. ഈ മീൻ ഇപ്പൊ പിടിച്ചുകൂടും. അതിന്റെ പ്രായം കണ്ടപ്പോൾ സെറിന് മനസ്സിലായി ഈ പ്രായം ഇത് പിടിച്ചുകൂടാ, കാരണം ഇവിടെ ഫൈൻ കിട്ടുമോ ഞാൻ ആദ്യമേ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം വിട്ടുകയാണ് ഗൈസ്. ഗൈസ് അവിടെ സെറിൻ മീനെ പിടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിതുവരെ ഒരെണ്ണം ഇട്ട് പോലും തുടങ്ങിയിട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 1 പിഴച്ച 3, ഇതാണ് 3ാമത്തെ. അങ്ങനെ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും മീനെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ അടുത്ത ആൽബിന് 2ാമത്തെ മീൻ അല്ല, നമ്മുടെ ആദ്യത്തെ മീനും വലയിൽ 2ാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് റോഡും മീനും തമ്മിലുള്ള ഫൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻ റോഡിനെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു, ആൽബിൻ മീനിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും കാറ്റ്ഫിഷ്, സെയിം കാറ്റ്ഫിഷ് കിട്ടിയിരിക്കുകയാണ്. മീനിന്റെ ക്ലോസപ്പ് ഗൈസ്. ഇത് ടൈറ്റ് ആവുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നോക്കട്ടെ. എടാ കിട്ടി മീനുണ്ടാ?
പക്ഷെ ഇപ്പൊ വിട്ടെന്ന് തോന്നുന്നു. വിട്ടോടാ. ഇല്ലടാ ഗൈസ്, നമുക്ക് മീനെ കിട്ടി. അടുത്ത മീനെ വലിച്ചു കയറ്റാം. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഗൈസ് ആൽബിൻ്റെ സാറിന് മേളിൽ നിന്ന് എറിയുകയാണ് ഗൈസ്. നമ്മൾ ലൊക്കേഷൻ മാറ്റിയതിന് താഴെ, കാരണം അവിടെ ഭയങ്കര വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണം. ഇവിടെ മീനും സെറ്റിലാകുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ 10 മിനിറ്റ് മാറി മാറി എറിയുന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു കാര്യമുണ്ട്, ഈ എറിയുന്നതല്ലേ ചുമ്മയല്ല, ഇത് വെറും എറിയല്ല, ഇത് മീനിന് വേണ്ടിയുള്ള എറിയാണ്. അപ്പോൾ നോക്കിയോ, ഇത് വലിച്ചെടുക്കും. കൈനേറിയ മീൻ കണ്ടില്ല, ഈ എറി കാണോ? കിട്ടി 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 കിട്ടിയടാ. അങ്ങനെ ഡിക്സനും മീൻ കിട്ടി. അവൻ പറഞ്ഞ വാക്ക് പാലിച്ചോടാ. എടാ എന്റെ കുറച്ചുകൂടെ വലിയ പായലഞ്ചിനായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഗൈസ്, അമലിന് സാധനം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ ഇപ്പൊ വലിച്ചു പൊക്കി കാണിച്ചു തരും. പൊക്കടാ മീൻ മീൻ. ആ പൊക്കിക്കോ. സീൻ നല്ല വെയിറ്റ് ഉണ്ടാ. 10 കിലോയുടെ ഗൈസ്, 10 കിലോയുടെ വലിയ തിമിംഗല ബ്ലൂ. ഗൈസ്, അങ്ങനെ അടുത്ത മീനും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എത്രാമത്തെ? നമ്മുടെ 6ാമത്തെ മീൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അതോടുകൂടി നമ്മൾ നിർത്താന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിർത്തയല്ലേ ഗൈസ്? നമ്മളപ്പോൾ പോകാൻ പോവാണ്. 3 മീൻ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരെണ്ണത്തിന് നമ്മൾ തിരിച്ചിട്ട് 2 എണ്ണം കയറി വന്നില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോവല്ലേ? ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വിട്ട് ഞങ്ങൾ ഫിഷിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി തിരിച്ച് കാറിലേക്ക്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ 6 മീനോട് കൂടി നിർത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓ ശരിയാണ്, കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ വിചാരിച്ചില്ല ആദ്യം വരുമ്പോൾ തന്നെ ഇത്രയും വലിയ മീനെ കിട്ടുമെന്ന്. സിമ്പിളായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അല്ല, ഇച്ചിരി നേരം എടുത്ത്, നല്ല സമയം എടുത്ത് നമുക്ക് സമാധാനം എന്താണെന്ന് പരിപാടിയാണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഫിഷിങ്ങിലേക്ക് കയറി വരിക, എൻജോയ് ചെയ്ത് പോയി. എല്ലാവരും അടിച്ചു കയറി വാ ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ അതെ, ഭയങ്കര ബോറിംഗ് ആണ്. കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, പക്ഷെ നല്ല രസമാണ്. ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ആ മീൻ കണ്ടോ, പിടയ്ക്കുന്ന മീനാണ് ഗൈസ്. നമ്മളിതിന് പുറത്തുകൊണ്ട് വിൽക്കാൻ പോവാണ് അല്ലേ? അതാണ് അടുത്ത കണ്ടന്റ്. ഇത് കൊണ്ടുപോയി വിൽക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടത്തുള്ള വീഡിയോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അയ്യോ, ഇനി പാക്കപ്പ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിതേ തിരിച്ച് കാറിലെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ തിമ്മുന്നതേ കഴിക്കാനായിട്ടൊരു പിസ്സ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിനി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. ആൽബിൻ എന്ത് പറയും? ഏറ്റവും കൂടുതൽ മീൻ എടുത്തത് ആൽബിനാണ്. മികച്ചൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ ഗുരു സാർ എന്ത് പറയുന്നു? അടിപൊളിയായിരുന്നു ഗൈസ്. അമൽ എന്ത് പറയുന്നു? അടിപൊളി. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പൊളിയായിരുന്നു. നമ്മ ഇന്നലെ ഇന്ന് വിചാരിച്ച് ബോറായിരിക്കും വിചാരിച്ചു. പക്ഷെ തുടങ്ങിയപ്പോൾ ആദ്യം വിചാരിച്ച് ബോറായിരിക്കും ഗൈസ്. പക്ഷെ ഓരോന്നായിട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഇനി കിട്ടാനുള്ള ആവേശത്തിലായിരുന്നേ. ഞങ്ങൾ മീനെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടോ, മീൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഫിഷിംഗ് കണ്ട് എൻജോയ് ചെയ്താണെന്ന് വിചാരിക്കുന്നു. ഫിഷിംഗ് ചെയ്യാൻ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതിലൂടെ ഞങ്ങൾ കിടലായിട്ട് പഠിച്ച കേസ് ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ടിങ് ടിങ് ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. എല്ലാവരും അടിച്ച് കയറി വാ. Hope you can still go. I never answer to no, man, I still go. സിമ്പിളാണോ? ഒന്നര കാണിച്ചാൽ എങ്ങനെയാണ് തിരിച്ചു കാണിക്കും. അടിപ്പിക്കില്ലേ? ഇത്രയാണോ? സിമ്പിളാണ്. ഒന്നര ചെക്കൻ എങ്ങനെയുള്ളത്? അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇനി കാണുന്നത് മീനിന്റെ വായിക്കകത്തുനിന്ന് എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മീനെ കിട്ടി. അടുത്ത മീനെ വലിച്ചു